പുസ്തകം തുറന്ന് ചോന്റെ ശ്രദ്ധ പല വഹിക്കുക പഠിക്കാൻ നോക്ക്. ഇതൊക്കെ അടുത്തല്ല ഇനിയിപ്പോ ഈ ഓൺലൈൻ വിദ്യാഭ്യാസം തന്നെ ആവും. നാട്ടിൽ മുഴുവൻ കൊറോണ ഇങ്ങനെ പിടിക്കാം. നമുക്ക് വാപ്പാക്കും മക്കളും കൂടെ ഓൺലൈൻ പഠിക്കുന്നു. അതാ നല്ലത്. ആമിനോ ആമിനോ ഞാൻ മൊബൈലൊന്നും കൊടുത്താ വാട്സപ്പ് നോക്കാനിരിക്കും. എന്തോ വരുന്നായിരുന്നു നോക്കാതിരിക്കാനല്ലേ. നാട്ടിൽ മുഴുവൻ മരണം ഇങ്ങനെ കൂടി കൂടി വരിക. ഇത് നോക്കുമ്പോ തന്നെ പേടിയാകുക മൊബൈലിൽ. പെരുന്നാൾക്കിപ്പോ ഡ്രസ്സ് കഴിഞ്ഞ പുറത്തിറങ്ങാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞിട്ടായി പെരുന്നാൾ ഇങ്ങനെ കഴിഞ്ഞു പോകും. ഇപ്പോൾ പുതിയ ഡ്രസ്സ് ഇടണമെന്നും അങ്ങനെ നിയമമൊന്നുമില്ല. അല്ല പിന്നെ ഇവിടെ കടക്കാർ മുഴുവൻ പൂട്ടി പെരയിരിക്കുക. അത്യാവശ്യം വേണ്ട പച്ചക്കറിക്കറിയും മസാലക്കറിയും മാത്രം തുറന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരും നമ്മളെപ്പോലെ പെരയിൽ ഭാഗത്ത് അറിഞ്ഞു ഇരിക്കുക. ഇപ്പോൾ ഓരോ പെരുന്നാളും ആഘോഷിക്കരുത്. ഞാൻ പണി നോക്കും. ഞാനേ ഡ്രസ്സ് എടുക്കും. ഞാൻ ചെല്ലു റോട്ടിലേക്ക് അവിടെ പോലീസുകാർ എടുക്കുക വായിപ്പിക്കുക. ആ തോൾക്ക് ഒരു ഡ്രസ്സ് അപ്പോഴത്തെ ഓരോന്നും ആരാപ്പത് കറങ്ങിൻ്റെ ആൾക്കാരില്ല. ബാങ്കിൻ്റെ തെറ്റാണ്. എന്താ പറ്റിയേ? ഈ ആമിന കെ പി ഹൗസ്. ഈ ആമിനല്ല, കെ പി ആമിന. ഞാൻ ഓൺലൈനില് സാധനങ്ങൾ ബുക്ക് ചെയ്തിരുന്നു. ഓൺലൈനില് ആരാമിനോ? ആമിനോ ആമിനോ അനക്കത് ഓൺലൈനിൽ ആള് നിൽക്കുന്നു. മഴ അല്ലേ 2 ദിവസമായിട്ട്. ആമിനോ എന്തൊക്കെപ്പത്? അല്ല ഇതെന്താ സാധനം? ഞാൻ പറഞ്ഞില്ല ഡ്രസ് ഞാൻ വാങ്ങുന്നു. കരക്കടില്ല. എല്ലാ സാധനങ്ങളും ഉണ്ട്. അല്ല മൈലാഞ്ചൊക്കെ ഇതിലുണ്ടാവും. ഇപ്പൊ എന്തൊക്കെ സാധനം പറഞ്ഞു? കുട്ടികൾക്കുള്ള ഡ്രസ്സ് മൈലാഞ്ചി ഇതൊക്കെ കായ് കൊടുത്തിട്ടാണ് നല്ലതാണ്. എടാ കുട്ടിയെ, കാര്യങ്ങളൊക്കെ നല്ല തന്നെ ഉണ്ടെന്നും നല്ല തന്നെ. ഇതൊരു കാര്യം അറിയോ? ഇന്ന് നമ്മളെ നാട്ടിലെല്ലേ കച്ചവടക്കാരും കൂട്ടിയിരിക്കുക. ആ പ്രശ്നത്തിൽ ഇപ്പൊ ഞായിരിക്കും. ഇവിടെ കഴിഞ്ഞ കൊല്ലൊരു പ്രളയം ഉണ്ടായി. അത് നമുക്ക് ആ സമയത്ത് വീട്ടിലും നാട്ടിലൊക്കെ വെള്ളം കയറിയപ്പോഴേ ഞങ്ങൾക്ക് വേണ്ട ഉപ്പും പരിപ്പൊക്കെ ആരംഭിച്ചെന്നാമിനോ ഈ കച്ചവടക്കാരല്ലേ. ഇവിടെ ഒരു പള്ളിക്കൊരു പരിപാടി ഉണ്ടെങ്കിൽ, അമ്പലത്തിലൊരു പരിപാടി ഉണ്ടെങ്കിൽ, ക്ലബിന്റെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ ആദ്യം ചെലവ് ചെങ്ങട്ടാ നമ്മളീ കച്ചവടക്കാരത്തിയല്ലേ അല്ലേ? ഒരു നോട്ടീസിന് അതൊക്കെ അല്ല, ഒരു നോട്ടീസിനായാലും എന്തിനായാലും ആദ്യം പാല് ചെലവ് നമ്മൾ താമസ കച്ചവടക്കാരെ അല്ലേ? പിന്നെ ഞാൻ ഗൾഫിൽ വന്നിട്ട് എത്ര മാസം കൂടെ ഇരുന്നു? 2 മാസം പേരിൽ പണിയിലായിരുന്നു. അന്ന് സാധനം തന്നാരാ, കടം തന്നാരാ? നമ്മളെ മരുമാക്കാന്റെ കാര്യം കുടിയുന്നല്ലേ അല്ലേ? നമ്മളെ നാട്ടിലെ കച്ചവടക്കാരൻ മകളുടെ കച്ചവടം നമുക്ക് വേണ്ട. ഇപ്പൊ അതിൽ പോകാൻ അങ്ങനെ പറ്റൂല. പറ്റില്ല ഞാൻ പറഞ്ഞാ പോരെ. എന്ത് ഹൈ ഇവിടെ ആഘോഷങ്ങൾ, ഇവിടുത്തെ കച്ചവടക്കാർക്ക് ആഘോഷങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്ക് സാധാരണക്കാർക്കും ആഘോഷം വേണ്ട. ഇജായിട്ട് പോകാൻ നോക്ക്. ആമിനോ അന്നോടാണ് ഞാൻ പറഞ്ഞത്. അല്ല നിങ്ങളല്ല ബുക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇതിന്റെ പൈസ വേണം. പൈസ ഉണ്ടാവില്ല. പൈസ ഒരു 5 കായ് ഇവിടെ നിൽക്കാനില്ല. ഇത് പോയി പണി നോക്ക്. ആമിനോ പഴയ മട്ട തോന്നില്ല. എന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ആചാര്യ പഴയ മട്ടല്ല, പുതിയ മട്ടാണ്. മനുഷ്യന്മാരുടെ ആൾക്കാരാണ്. നിങ്ങളിത് എന്താണ് ഇവര് ഓർഡർ ചെയ്ത് പെരുന്നാളൊക്കെ പെരുന്നാള് ഇവിടെ ആർക്കും പെരുന്നാൾ നിങ്ങൾ ഞങ്ങൾക്കായിട്ട് ഇപ്പൊ പെരുന്നാൾ ആഘോഷിക്കണ്ട. മനസ്സിലായ? എല്ലാരും കൂടുതൽ ഞങ്ങൾ ആഘോഷമൊന്നും ഉണ്ടാക്കണോ? ഈ ആൾക്കാരെ പറ്റിക്കാൻ പോകാൻ നോക്ക്. അതിനല്ലേ പറഞ്ഞു ഞങ്ങൾക്ക് പെരുന്നാൾ ആഘോഷങ്ങളൊന്നും ഇല്ലാന്ന്. ആചാര്യ എനിക്ക് നിങ്ങൾ തമാശ കളിക്കല്. എനിക്കിതൊക്കെ കഴിഞ്ഞിട്ട് വേറെ സ്ഥലങ്ങളൊക്കെ കൊടുക്കാം.
മാർഗമാണ്. നിങ്ങളെ പെണ്ണുങ്ങള് ബുക്ക് ചെയ്തുകൊണ്ടാണ് നമ്മള് വന്നിട്ടുള്ളത്. ഇതെന്റെ ഉപജീവന മാർഗം. ഇതുപോലെ ലക്ഷക്കണക്കിന് കച്ചവടക്കാർ ഇവിടെ കട കൂട്ടി ഉപജീവന മാർഗം മുടങ്ങിയിട്ടില്ല. അതെനിക്ക് ഇത് ഇയാളെ കളിയായിട്ട് നടക്കുക. ഇവിടെ ആഘോഷങ്ങളില്ലെങ്കിൽ ഞങ്ങൾക്ക് ആഘോഷങ്ങളില്ല. ഇവിടെ ആർക്കും ആഘോഷങ്ങളില്ല. ഇപ്രാവശ്യം കോവിഡാണ് നാട്ടിൽ മുഴുവൻ. എന്ത് തപ്പുന്നത് അങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലാവുന്നത്. അപ്പൊ ആൾക്കാർ കൂപ്പിടാൻ കിടക്കുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്ത നല്ല കഥയായി പോയി. ഓൺലൈനിൽ മണ്ണാൻ കട്ടിയിട്ട് നടക്കുന്നത്. ആമിനോ അടക്കം നിൽക്കുന്ന നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ അറിയിച്ചാണ്. ഇവിടെ ആർക്കും ആഘോഷങ്ങളില്ല. ഇവിടെ ഈ ലക്ഷക്കണക്കിന് കച്ചവടക്കാർ കട കൂട്ടി വീട്ടിലിരിക്കുകയാണ്. അവരുടെ അവസ്ഥ നമുക്കറിയാം. ഈ ഒരു പെരുന്നാൾ സീസൺ മുന്നിൽ കണ്ടുകൊണ്ട് ലക്ഷങ്ങൾ പർച്ചേസ് ചെയ്ത് അവർ സങ്കടപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ്. അവർക്ക് ആഘോഷം എങ്ങനെയാണ്? നമുക്കും വേണ്ട ആഘോഷം. നമ്മളെല്ലാ കാലത്തും സഹായിക്കാൻ ഇവിടുത്തെ കച്ചവടക്കാരുണ്ടാകുള്ളൂ. നമ്മൾ അവരൊപ്പം ആഘോഷങ്ങളില്ലാത്ത ഒരു പെരുന്നാളിനൊപ്പം പോരണം.